ബംഗാളി നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകനും ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനുമായ രഞ്ജിത്ത് നിയമ നടപടികളിലേക്ക്. എഫ്ഐആർ നിലവിൽ വന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് രഞ്ജിത്ത്. പോലീസ് നീക്കം കൂടി നിരീക്ഷിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, മുൻകൂർ ജാമ്യം തേടിയുള്ള ഒരു നിയമ നടപടികളിലേക്ക് തന്നെയാണോ രഞ്ജിത്ത് കടന്നിരിക്കുന്നത്? ഒപ്പം ഈ ആരോപണം ഉന്നയിച്ച ബംഗാളി നടിക്കെതിരെയുള്ള നിയമ നടപടികളും സ്വീകരിക്കാൻ തന്നെയാണോ തീരുമാനവും? കെ.പി. സുരേഷ്, ഇന്നലെയാണ് ബംഗാളി നടിയായ ശ്രീലേഖ മിത്ര കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇമെയിലിലൂടെ പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുക്കുകയും ചെയ്തു. IPC 354 വകുപ്പ് പ്രകാരം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് ചലച്ചിത്ര സംവിധായകനായ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഇതിന്റെ തുടർ അന്വേഷണവും മറ്റും സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിനുമായിരിക്കും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അറസ്റ്റും അതോടൊപ്പം തന്നെ റിമാൻഡും അടക്കമുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് മുൻകൂർ ജാമ്യത്തിനും അതോടൊപ്പം തന്നെ ഈ എഫ്ഐആർ റദ്ദു ചെയ്യുന്നതിനടക്കം കോടതിയെ സമീപിക്കണമെന്ന നിയമോപദേശം തേടിയിരിക്കുന്നത്. എന്നാൽ പോലീസ് തുടർ നീക്കങ്ങൾ കൂടി വീക്ഷിച്ച് ഇതിൽ നടപടിയെടുക്കാൻ മുന്നോട്ട് പോകാനാണ് രഞ്ജിത്തിന് ഇപ്പോൾ ഉപദേശം ലഭിച്ചിരിക്കുന്നതെന്നാണ് നമുക്കറിയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക, അടിയന്തരമായി തന്നെ നൽകുമോ എന്നത് അടക്കമുള്ള കാര്യങ്ങളും നോക്കിക്കാണേണ്ടതുണ്ട്. എന്തുതന്നെയായാലും ഇതിനെ പ്രതിരോധിക്കാനുള്ള നിയമ വഴികൾ തേടുകയാണ് രഞ്ജിത്ത് എന്നതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തുതന്നെയായാലും ഇത് ഗൗരവതരമായ കേസായി തന്നെ കാരണം അറസ്റ്റ് ചെയ്താൽ റിമാൻഡിൽ പോകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഏത് രീതിയിലും അതിനെ പ്രതിരോധിക്കുന്നതിനുള്ള നിയമ വഴികളാണ് ഇപ്പോൾ രഞ്ജിത്ത് തേടുന്നത്. കെ.പി. സുരേഷ്. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.